ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുക, കണ്ടില്ല, എല്ലാം നല്ല തിരക്കുണ്ട്. ഇവിടെ ഞാൻ കുറേ വർഷം മുമ്പ് ഇവിടെ വന്നതുമാണ്. അപ്പോൾ ഞാൻ ബോംബെ വന്ന ആ സമയത്ത്, ജോലി സമയത്ത് ഇതിനേക്കാളും തിരക്കുകളുണ്ടായിരുന്നു. ഇതുപോലെ ശരിക്കും നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ, ഉന്തുവണ്ടികൾക്കുണ്ട്. ഇത് കണ്ടോ, ബോംബെയിലെ മസ്ജിദിലെ റഷാണ്, ഭയങ്കര തിരക്കാണ് ഇവിടെ. കണ്ടില്ല, ഭയങ്കര തിരക്കുള്ള റഷ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ്, മസ്ജിദ് റെയിൽവേ സ്റ്റേഷൻ സൈഡ്, അതുകൊണ്ട് തിരക്ക് വന്ന് ഇതുപോലെയാണ്. കണ്ടില്ല, ഇത്രയും റഷാണ്. മൊത്തം ട്രാൻസ്പോർട്ട് ലൈൻസാണ്. അതായത് ഈ മസ്ജിദ് ബന്ദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബിസിനസ് സെൻ്ററാണ്. അതായത് ഈ തുണിമില്ലുകളിൽ വരുന്ന തുണികൾ, അതുപോലെ മറ്റ് പെർഫ്യൂമൻസ്, അതുപോലെ ഒത്തിരി സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം ജോലി ചെയ്ത എക്സ്പോർട്ടിങ് കമ്പനി, തുണിയുടെ എക്സ്പോർട്ടിങ്. മൊത്തം ട്രാൻസ്പോർട്ട് ലൈനാണ്, കണ്ടില്ലേ, എല്ലാം പാക്ക് ചെയ്ത് അവരിതെല്ലാം വിദേശത്തോട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലോട്ട് പോകുന്നതാണ് കേട്ടോ. ഞാനിത് പറയുന്ന സമയത്ത് ഞാനും കുറേ നാൾ ഇവിടെ ജോലി ചെയ്തതാണ്. ഇത് വേണ്ട ഉന്തുവണ്ടികളെ, ഇത് പല രീതിയിൽ ചാർജസ് അവരെടുക്കുന്നത്. ഇത് ഗസ്റ്റ് ഹൗസുകൾ, ഇങ്ങനെ ട്രാൻസ്പോർട്ടിൻ്റെയൊക്കെ ഓഫീസുണ്ട്. ഞാനിത് പറയുന്ന സമയത്ത് കുറേ വർഷം മുമ്പ്, അതായത് 10-30 വർഷം മുമ്പ്, ഞാൻ എൻ്റെ 20 വയസ്സിൽ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓഫീസ് ഓണർ ഒരു തുണിയുടെ എക്സ്പോർട്ടിങ് കമ്പനിയാണ്. ഒരു തമിഴനാണ് അതിൻ്റെ ഓണർ കേട്ടോ. അത് ഭാര്യ മറാത്തിയുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ഞാനായിരുന്നു. അതുമാത്രമല്ല, ഓഫീസിലെ ഏറ്റവും പ്രായം കുറഞ്ഞത് ഞാനാണ്. മാത്രമല്ല, ഏറ്റവും അടുത്തു നിന്നാണ് ഞാൻ കുർളയെന്നാണ് വരുന്നത്. അന്നത്തെ സമയത്തെന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തി പാഴ്സലൊക്കെ ഉണ്ടാക്കി തരും. കുർള സ്റ്റേഷൻ വേണ്ടി നടന്നു പോകും. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ ഇടിച്ച് കുത്തി കയറിപ്പോവും. 20 വയസ്സിലെ യാത്രയെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും കുഞ്ഞമ്മച്ചിയെ പേടിച്ച് ഞാൻ ഇടയ്ക്ക് കള്ളം പറഞ്ഞ് അവധി എടുക്കുമായിരുന്നു. അപ്പം കുഞ്ഞമ്മച്ചി അടിച്ചോടിക്കും എന്നെ. കുഞ്ഞമ്മച്ചി അമ്മയുടെ അനിയത്തെ വിളിക്കണം, അടിച്ചോടിക്കും. അപ്പം പറയും അച്ഛനെ പോലെ മടിയിരിക്കാൻ പാടില്ലെന്ന്. അങ്ങനെ ഞാൻ ഓടിയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ജോലി സമയത്ത് ആ ഓഫീസിലെല്ലാം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഞാനൊന്ന് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററും സ്റ്റെനോഗ്രാഫറാണ്. ബാക്കി ഒക്കെ മറ്റ് ജോലിക്കാരാണ്, അക്കൗണ്ട്സൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ദൂരെ, കല്യാൺ, ഡോംബലി, അമ്പർനാഥ് പോലെ ദൂരെ സ്ത്രീകളൊക്കെ വരുമ്പോൾ അവർ വീട്ടിൽ നിന്ന് കുളിക്കാതെ ഓടി വന്ന് ഓഫീസിൽ വരും. എന്നിട്ട് വീട്ടിൽ വന്നാൽ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ചേച്ചിമാരാണോ പറയും, അവർ സാരിയൊക്കെ മാറ്റിയിട്ട് വയറയിലോട്ട് നോക്കാൻ പറയും. എന്താണെന്നറിയാം, ഈ അന്നത്തെ സമയത്ത് ബോംബെയിലെ ലോക്കൽ ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ഇല്ല. പകരം അന്നത്തെ സമയത്ത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് പകരം മിക്സഡാണ്. അപ്പോൾ ഈ ഇടിച്ച് കയറിയിരിക്കുമ്പോൾ പുരുഷന്മാർ സ്ത്രീകളെ ദ്രോഹിക്കുക, വയറെ തലോടുക, അങ്ങനെ പല കലാപരിപാടികളുണ്ട്. ചില ചേച്ചിമാരൊക്കെ വരുമ്പോൾ അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞവരായതുകൊണ്ട് എന്നോട് എൻ്റെ വയറ് കാണിച്ചു, ഇവിടെ നഖത്തിൻ്റെ പാടുണ്ടോ, കഴുത്തിൻ്റെ പുറകിൽ നക്കിയ പാടുണ്ടോ, അല്ലെങ്കിൽ പല്ല് കൊണ്ട പാടുണ്ടോ എന്നൊക്കെ കാണിക്കുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അവരൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ഒരു ചേച്ചിയാണെങ്കിൽ അമ്പർനാഥ് സ്ഥലത്തു നിന്ന് വരും. അപ്പം കണ്ണിൽ ഉറക്കച്ചട. അപ്പം എൻ്റെ അടുത്തിരുന്നൊരു ചേച്ചി പറയും, ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, കെട്ടിയാണ് ഉറക്കിയില്ല. അപ്പം ചേച്ചി പറയും, ഉറക്കിയില്ലെന്ന് പറയും. അപ്പോൾ ആ ചേച്ചി എത്ര പ്രാവശ്യമായി? 2 പ്രാവശ്യമെന്ന് പറയും. മനുഷ്യൻ എന്തിൻ്റെ കുഴപ്പമാണ്? ഒരു പ്രാവശ്യം ഞാൻ ചേച്ചിയെ ചോദിച്ചു, എന്താ ചേട്ടനെ ഉറക്കാഞ്ഞെന്ന്. ആ ചേച്ചി അടുത്തിരുന്ന ചേച്ചി എന്നെ ഒരു അടി തുടക്കി, നീ ഞങ്ങൾ വലിയ ആൾക്കാർ പറയുന്ന ഇടയിൽ നീ ഈ കൊച്ചു പിള്ളേർ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കാൻ പാടില്ല കേട്ടോ, ഇതൊന്നും നിനക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം എന്നെ കൂടെ പഠിപ്പിച്ച് വരുമോ. ആ ചേച്ചി എനിക്ക് 2-3 അടി അങ്ങ് അടിക്കും കേട്ടോ. ഇപ്പം ഞാൻ പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നു. പിന്നെ വേറൊരു ചേച്ചിയാണെങ്കിൽ വേറൊരു ചേച്ചിയോടും ചോദിച്ചു, ഈ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, എന്തോ ചെയ്യേണ്ടതെന്ന്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ ഓഫീസിലുള്ള ആൾക്കാരെല്ലാം കൂടെ എന്നെ ഇട്ട് വട്ടം തെറ്റി കേട്ടോ. കണ്ടോ അവൻ അറിയാൻ വയ്യത്തൊക്കെ ചോദിക്കുന്ന കണ്ടോ. അപ്പോൾ അവിടുത്തെ അവിടെ അന്നൊരു പ്രായമുള്ള ചേട്ടൻ പറയാമായിരുന്നു, ഈ കൊച്ചു പയ്യൻ്റെ മുന്നേ നീ ഇതൊക്കെ എന്തിനാടി നിങ്ങളൊക്കെ പറയുന്നത്, അതുകൊണ്ടല്ലേ അവൻ ഇനിയും വല്ല ബോംബെ സെൻട്രലിലോ വല്ല കാമാത്തിപ്പുരയിലോ പോയാൽ നിങ്ങളൊക്കെ ഉത്തരവാദിത്വം പറയുമെന്ന്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ രസമുണ്ട്. എന്നെന്ന് പറഞ്ഞാലും ദൂരെ നിന്നൊക്കെ വരുന്നതുകൊണ്ട് ഭർത്താക്കന്മാരൊക്കെ, ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യമാരെ അന്നൊന്നും ചെയ്യത്തില്ല. പകരം അവർ കടന്ന് എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞ് ജോലിക്ക്, സ്ത്രീകൾ വീട്ടിലെ പണിയൊക്കെ ചെയ്തിട്ട് ലേറ്റാവും. ആ സമയത്ത് കുളിക്കാതെ നനയ്ക്ക് എഴുന്നേറ്റ് അങ്ങ് ജോലിക്ക് പോകും. പിന്നെ ഓഫീസിൽ വന്നാൽ കുളിക്കുന്നത്.
അന്ന് എൻ്റെ ആ മസ്ജിദിൽ ഉള്ള സമയത്ത് പല ചേച്ചിമാരും അവിടെ വന്ന് കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഓഫീസിൽ വന്ന് കുളിയൊക്കെ ചെയ്ത് ഫ്രഷായിട്ട് ഓഫീസിനകത്തോട് ഇൻ്റർവ്യൂ ചായയൊക്കെ കുടിക്കുന്നു. അതിരാവിലെ ഞാൻ വന്ന് ഓഫീസ് വർക്കുമായിരുന്നു, അടുത്തായതുകൊണ്ട്. പിന്നെ എനിക്ക് പണിയാണ് ചായ ഉണ്ടാക്കുന്നത്. ജീവിതത്തിലെ ചായ നേരങ്ങൾ എൻ്റെ അമ്മയ്ക്ക് പോലും ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ വന്ന് ഞാൻ ചായ ഉണ്ടാക്കാൻ പഠിക്കുന്നത്. ചേച്ചിമാരൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു ചായയൊക്കെ എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ രസമായിരുന്നു. അന്ന് 20 വയസ്സുള്ള പയ്യൻ്റെ അല്ലേ, അപ്പം അവരെന്നെ ഇട്ട് വട്ട് കെട്ടുമായിരുന്നു കുറേ. എന്നാലും രസമായിരുന്നു കേട്ടോ ആ ലൈഫൊക്കെ. അന്ന് ഇന്ന് ഓർക്കുമ്പോൾ അവർക്കൊക്കെ ഞാനൊരു കുഞ്ഞു പയ്യനായിരുന്നു. വെറും കപ്പത്തണ്ടായിട്ടുള്ളത്, വളരെ സ്കെൽറ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന ആരോഗ്യമുള്ളതാണ് എനിക്കത്ര. ഇപ്പോൾ ഓർക്കുമ്പോൾ രസമുണ്ട്, ചിലപ്പം ചിന്തിക്കും.